എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോലിയൊന്നും ആയില്ലേ എന്ന ചോദ്യം ഫേസ് ചെയ്യാത്ത മലയാളികൾ കുറവാണ്. പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാനും ജീവിതത്തിൽ ഒരുപാട് തവണ ഫേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണിത്. നമുക്കറിയാം, കേരളം പോലൊരു സംസ്ഥാനം, തൊഴിലില്ലായ്മയ്ക്ക് പേര് കേട്ട ഒരു സംസ്ഥാനം. 3.25 കോടി ജനങ്ങളുണ്ട്. 64 ലക്ഷം പേർക്ക് തൊഴിലില്ല എന്നാണ് ന്യൂസിൽ പറഞ്ഞത്. 24 ന്യൂസിൽ വാർത്തയുണ്ടായിരുന്നു. ഇതിൽ 18 വയസ്സ് ഉള്ള ആൾക്കാരെ, 18 വയസ്സിൽ താഴെയുള്ളവരെ കൂട്ടിയിട്ടില്ല ഈ 64% പേര്. അപ്പം കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം തൊഴിലില്ലാത്തവരായി, അതായത് സ്ഥിര വരുമാനം ഇല്ലാത്തവരായി തുടരുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തൊരു കാര്യമാണ്. കേരളത്തിൽ അൺഎംപ്ലോയ്മെന്റിനേക്കാൾ കൂടുതലുള്ളത് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി നമുക്ക് പലപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പം PhDയും നെറ്റും ഉള്ള ഒരാൾ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നു. B.Ed ഉള്ള ഒരാൾ LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. അതായത് അവനവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലി കണ്ടെത്താൻ പ്രയാസപ്പെടുന്നു. എന്താണ് ഇതിന്റെ കാരണം? അവസരങ്ങൾ കുറയുന്നതാണോ? ഒഴിവില്ലാത്തതാണോ? പലപ്പോഴും ഒരൊഴിവിന് വേണ്ടി 10,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഈ 10,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ ആ ഒരു ഒഴിവിലേക്ക് നമുക്ക് ജോലി കിട്ടാത്തത് നമ്മുടെ കഴിവുകേട് കൊണ്ടാണോ? തീർച്ചയായിട്ടും അല്ല. അവസരങ്ങൾ കുറയുന്നു, കോമ്പറ്റീഷൻ കൂടുന്നു, ആൾക്കാരുടെ എണ്ണം കൂടുന്നു. പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മളൊരു പുനർവിചിന്തനം അത്യാവശ്യമാണ്. എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്? സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. 10-15 വർഷം മുമ്പ് കരുനാഗപ്പള്ളിയിൽ ഒരു പാരൽ കോളേജ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി സ്റ്റുഡൻസിനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ സെമിനാർ എടുക്കാൻ വേണ്ടി വളരെ വിദഗ്ധനായിട്ടുള്ള, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം സെമിനാർ എടുത്ത വിഷയം വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. നാം അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സെമിനാർ എടുത്തത്. അപ്പോൾ സെമിനാറിന്റെ തുടക്കത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞൊരു കാര്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഷാണമാണ്, ഒരു വിഷമാണ്. കാരണം വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ തളയ്ക്കപ്പെടുന്നു. ഒരു തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്യാൻ, ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. നമ്മുടെ കഴിവുകൾ വികസിക്കാനും കഴിവിനനുസരിച്ച് നല്ലൊരു പൊസിഷനിലെത്താനും പലപ്പോഴും വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അതായത് PhDയും നെറ്റും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, കോളേജിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മനുഷ്യൻ കഴിഞ്ഞ 25 വർഷമായി പല പല കോളേജിലായിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോഴും ഒരു നിലവാരത്തിന് മുകളിലേക്ക് പോയിട്ടില്ല, ഒരു നിലയുടെ മുകളിലേക്ക് പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് പാൻപരാഗ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ആ പ്രദേശത്തെ ഏറ്റവും വലിയ കോടീശ്വരനും അവിടുത്തെ MLAയുമാണ് എന്ന് രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു പാഷാണമാണ് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. പല വിദ്യാർത്ഥികളും എഴുന്നേറ്റ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സാർ, എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നിട്ട് വിദ്യാഭ്യാസം പാഷാണമാണെന്ന് പറയാൻ സാറിന് എങ്ങനെ തോന്നി? ഞങ്ങൾക്കിനി എങ്ങനെ പഠിക്കാൻ തോന്നും? പഠിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നല്ലേ സാറ് പറഞ്ഞത്? അതിനേക്കാൾ നല്ലത് പാൻപരാഗ് കച്ചവടം ചെയ്യാൻ പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു എന്ന് പറയുന്നതാണ് സത്യം. ആ സെമിനാർ മുഴുവിപ്പിക്കാൻ അദ്ദേഹത്തെ അവർ സമ്മതിച്ചില്ല. എന്നാൽ ആ സെമിനാർ കേട്ടുകൊണ്ടിരുന്ന പലരും ചിന്തിച്ച ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് കുറച്ചൊക്കെ ശരിയല്ലേ? ഒരുപാട് വിദ്യാഭ്യാസം നേടുന്ന ആൾക്കാർ സമൂഹത്തിൽ തൊഴിലില്ലാതെ ചുറ്റി നടക്കുന്ന സമയത്ത് അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ബിസിനസ് ഒക്കെ ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നു, ഇവരുടെയൊക്കെ ബോസായി മാറുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. കാരണം പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിത ഒന്നുമല്ല. വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമുള്ള പരിപാടിയല്ല പണം ഉണ്ടാക്കുക, സമൂഹത്തിൽ ഉന്നത നിലവാരമുള്ള ജീവിതം നയിക്കുക എന്നുള്ളതൊക്കെ. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ കുറേയൊക്കെ ശരിയുണ്ടെന്ന് എല്ലാവരും ചിന്തിച്ചിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റെന്താണെന്നറിയാമോ? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ B.Ed പഠിച്ച 10-20 വർഷം മുമ്പ് B.Ed പഠിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഓർക്കേണ്ടി വരും. ഞാൻ പരിചയപ്പെട്ടൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയാം. അന്ന് പന്തളം NSS കോളേജിൽ ഞാൻ B.Ed പഠിക്കുന്ന സമയത്ത് വൈകുന്നേരത്ത് 4 മണിക്ക് ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഒരു ബസ് നിർത്തിയിട്ടിരിക്കും. ആ ബസ്സിൽ ഞാൻ കയറിയിരിക്കുമ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അന്ന് ആൾക്കാരുടെ ഇടയിൽ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ടിപ്പ് ടോപ്പ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, ഇൻസർട്ടൊക്കെ ചെയ്ത് വരും, കയ്യിലൊരു പെട്ടിയെ കാണും. ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹം ഏതോ ഉദ്യോഗസ്ഥനാണ് എന്നാണ്. എന്നാൽ ആ ബസ്സിൽ ആള് നിറഞ്ഞു കഴിയുമ്പം അദ്ദേഹം ബസ്സിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയും, ഞാനൊരു കച്ചവടക്കാരനാണ്, എൻ്റെ കയ്യിൽ
കുറച്ച് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ പുസ്തകം GK പുസ്തകമാണ്. 600 ചോദ്യങ്ങളുണ്ടെന്നൊക്കെ പറയും. അദ്ദേഹത്തിന്റെ സൗണ്ട് നല്ല സൂപ്പറാണ്. ആ ബസ്സിലിരിക്കുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ട്. നമുക്കറിയാം GK പുസ്തകമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കത്തില്ല. കാരണം ഇഷ്ടം പോലെ കിട്ടുന്നതാണ്, സുലഭമാണ്. അപ്പൊ അതുകൊണ്ട് അത് പറയണമെങ്കിൽ, അത് വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം. അപ്പൊ അദ്ദേഹം എല്ലാം നെഗറ്റീവാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ 600 ചോദ്യം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ 600 ചോദ്യം വേറെ പുസ്തകത്തിൽ ഇല്ലാത്ത ചോദ്യങ്ങളൊന്നുമല്ല. എങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 4 ചോദ്യങ്ങൾ പറഞ്ഞു. 4 അല്ല, 6 7 ചോദ്യങ്ങൾ പറഞ്ഞു. ഓർമ്മയുള്ള ചോദ്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം ചോദ്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ജവഹർലാൽ നെഹ്റു ഒരു ബ്രാഹ്മണനായിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ട്? അപ്പം ബസ്സിലിരുന്ന് എല്ലാവരും ചിന്തിച്ചു, എന്തുകൊണ്ട്, എന്തായിരിക്കും? ഒരു ക്യൂരിയോസിറ്റി ഉണർത്തി. 2, ഒരു സ്ത്രീ മരിച്ചാൽ അവസാനമായിട്ട് അഴുകുന്ന അവയവം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇടത്തോട്ടെഴുതി ഇടത്തോട്ട് അവസാനിക്കുന്ന അക്ഷരം ഏതാണ്? 19-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട കൃതി ഏതാണ്? ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു 6 7 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. എല്ലാം രസകരമായ ചോദ്യങ്ങളാണ്. പക്ഷെ ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ട്രാറ്റജി. ആ ബസ്സിലിരുന്ന മൊത്തം ആൾക്കാരും ആ പുസ്തകം വാങ്ങിച്ചു. ആവശ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി. എല്ലാ പുസ്തകങ്ങളും ആ ബസ്സിൽ വിറ്റ് തീർത്ത് അദ്ദേഹം പോയി. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം MA പാസ്സായ ആളാണ്. സിവിൽ സർവീസിന് കോച്ചിങ് എടുക്കുന്നു. അദ്ദേഹം പലയിടത്ത് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ അദ്ദേഹം വരുമാന മാർഗത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗമാണിത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റണം, അതിനോടൊപ്പം അദ്ദേഹം പഠിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാം ഇപ്പൊ 20 വർഷത്തിന് ഇപ്പുറവും അദ്ദേഹം ഏതെങ്കിലും ഒരു മേഖലയിൽ വളരെ ഗംഭീരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസം ഒരിക്കലും ഒരു മനുഷ്യനെ തളച്ചിടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ അയാൾ ആ പുസ്തകം ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചിട്ട് ഇതൊരു GK പുസ്തകമാണ്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞാലൊന്നും ആരും വാങ്ങിക്കത്തില്ല. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം ഒരു വിദ്യാസമ്പന്നനായതുകൊണ്ട് ഇദ്ദേഹം ആ പുസ്തകം മേടിച്ചിട്ട് ഒരു കടയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ എടുത്തിട്ട് ആ പുസ്തകം ആ ബസ് സ്റ്റാൻഡിന്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നു വായിക്കും. എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു ബിസിനസ് സ്ട്രാറ്റജി രൂപവൽക്കരിച്ചിട്ട് അത് ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഡിയൻസിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാണ് അദ്ദേഹം വളരെ വേഗത്തിൽ ആ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്, വളരെ വേഗത്തിൽ കച്ചവടം ചെയ്യുന്നത്. വേറൊരാളാണെങ്കിൽ ഒരുപാട് ബസ് കയറി ഇറങ്ങിയാലും ഇത്രയും പുസ്തകങ്ങൾ ഒരിക്കലും വിൽക്കാൻ കഴിയില്ല. ഇതാണ് അധ്യാപകൻ പറഞ്ഞതിലെ പ്രശ്നം. അതായത് വിദ്യാഭ്യാസം പണം ഉണ്ടാക്കാനുള്ള ഒരു മെഷീനാക്കി നമ്മുടെ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിദ്യാഭ്യാസം ഒരു പാഷാണമായി മാറും. എന്നാൽ ഈ വിശാലമായ ലോകത്ത് എനിക്കും ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്ന വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും വിദ്യാഭ്യാസം ഒരു പാഷാണമാകില്ല. കോളേജിൽ 25 വർഷമായിട്ട് ഗസ്റ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ സ്കില്ല് ഒന്നുകിൽ അദ്ദേഹം സ്കിൽഡ് അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കില്ലുകൾ പൂർണ്ണമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചാൽ അദ്ദേഹത്തിനും ഈ പറയുന്ന മേഖലയിൽ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്ന മാർക്കോ സർട്ടിഫിക്കറ്റോ അല്ല. നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും ഒരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ച് അഭിനയം പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നടന്മാരായവരല്ല മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും. എന്നാൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർഷാവർഷം പഠിച്ചിറങ്ങുന്ന എത്ര പേര് ഇവരെ പോലെ ആകുന്നുണ്ട്, അല്ലെങ്കിൽ മലയാള നടന്മാരാകുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമാ നടന്മാരാകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വളരെ വിരളമാണ്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം MA പൊളിറ്റിക്സ് പഠിച്ച് 1ാം റാങ്ക് വാങ്ങിച്ചിട്ട് രാഷ്ട്രീയത്തിൽ വന്ന് പ്രധാനമന്ത്രി ആയതല്ല. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം ആർജിച്ചെടുത്ത എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഒരുപാട് തവണ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ട്. ഒരു മേഖലയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുണ്ടാക്കിയ പരിചയം അതൊരിക്കലും വിദ്യാഭ്യാസമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു സർട്ടിഫിക്കറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കുക. വിവരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. മലയാളവും സംസ്കൃതവും ഒക്കെ പഠിച്ച് 1ാം റാങ്ക് വാങ്ങിച്ച മകനെയും കൊണ്ട് പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടില്ലാത്ത അച്ഛൻ കാട്ടി ടൂർ പോയി. മകനെ കാടെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ രാത്രിയിൽ ഒരു ടെന്റ് അടിച്ച് മകനുമായിട്ട് കിടന്നുറങ്ങുകയാണ്. രാത്രി 12 മണിയാകുമ്പം അച്ഛൻ എഴുന്നേറ്റ് എന്തോ കണ്ട് ഞെട്ടി മകനെ വിളിച്ചുണർത്തിയിട്ട് പറയും, എന്റെ പൊന്നുമോനെ നീ ഇത് കാണണ്ട, നീ എന്തോ ഈ കാണുന്നതെന്ന് ചോദിക്കും. അപ്പൊ അവൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയും, മലയാളം MA ആണല്ലോ, സംസ്കൃതമാണല്ലോ, അവൻ പറയും, ആകാശത്തിന്റെ അത്യുന്നതങ്ങളിൽ നക്ഷത്രങ്ങൾ തുമ്പികളെ പോലെ പാറിപ്പറക്കുന്ന മനോഹരമായ കാഴ്ച ഞാൻ കാണുന്നു അച്ഛാന്ന് പറയും.
അപ്പൊ അച്ഛൻ ചോദിക്കാം പിന്നെന്തോ കാണുന്നു? അത് പഞ്ഞിക്കെട്ടുകൾ പോലുള്ള വെള്ളിമേഘങ്ങൾ ആകാശത്തിന്റെ അത്യുന്നതങ്ങളിൽ പാറിപ്പറക്കുന്ന ആ മനോഹരമായ കാഴ്ചയും ഞാൻ കാണുന്നു അച്ഛാന്ന് പറയും. അപ്പൊ അച്ഛൻ ഇവന്റെ കരണക്കുറ്റി നോക്കിയിട്ട് അടി കൊടുത്തിട്ട് പറയും, കള്ളപ്പന്നി അതെല്ലാം നീ കണ്ട്, പക്ഷെ നമ്മുടെ ടെന്റ് ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി അത് മാത്രം നീ കണ്ടില്ലയോ എന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ്. കാണേണ്ടത് പലതും കാണില്ല. ബുക്കിഷ് നോളജ് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് മാത്രമല്ല വിദ്യാഭ്യാസം, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമുണ്ട്. അത് നമ്മൾ ആർജിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്ക് സുഗമമാകുകയുള്ളൂ. നിങ്ങൾക്കറിയാവോ, നമ്മൾ പലപ്പോഴും ചുറ്റുപാടുകളാൽ തളയ്ക്കപ്പെട്ടു പോകുന്നവരാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്താണ് ചെയ്യുന്നത്? +2 പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും പറയുന്നത് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, അതുമാത്രമല്ല എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഏതെങ്കിലും ഒരു ജോലിയിൽ തളയ്ക്കപ്പെടണം എന്ന് മാത്രമാണ് ഉദ്യോഗാർത്ഥികൾ പറയാറുള്ളത്. എന്നാൽ ഡോക്ടർ ആവുന്നതിന് പകരം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ മുതലാളി ആവണം എന്നാരും പറഞ്ഞു കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർ പലപ്പോഴും ചുറ്റുപാടുകളാൽ തളയ്ക്കപ്പെട്ടു പോകുന്നവരാണ്. നിങ്ങൾ വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമ കണ്ടതാണ്. അതിനകത്ത് ആദിത്യൻ എന്ന് പറയുന്ന നായക കഥാപാത്രം, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവന് ഒരു പോലീസ് ആവണം, SI ആവണം. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, അവന്റെ അച്ഛൻ ഒരു കള്ളനായിരുന്നു. 2, അവൻ മത്സരിക്കുന്ന അവന്റെ സുഹൃത്ത് SI ആവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പ അതാണ് എന്ന് അവൻ വിചാരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതിനപ്പുറത്തൊരു ലോകമില്ല എന്ന് ചിന്തിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ നാട് വിട്ടു പോകുവാനും ജീവിതം അവസാനിപ്പിക്കാൻ വരെ അവൻ ചിന്തിക്കുന്നു. പക്ഷെ ചെന്നുപെടുന്നത് കുറച്ചും കൂടെ വിശാലമായ ഒരു ലോകത്താണ്. അവിടെ അവന്റെ ബോംബെയിൽ റൂംമേറ്റ് ആയിട്ട് കിട്ടുന്നത് സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ട് വൈകുന്നേരത്ത് അവന്റെ പുസ്തകം എടുത്ത് നോക്കുമ്പം ആ പുസ്തകത്തിൽ താൻ പഠിച്ച കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് മനസ്സിലാക്കുമ്പം തനിക്കും കൂടെ ചെയ്താൽ എന്താ എന്ന് ചിന്തിക്കുകയും ഈവനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ആരായി മാറുന്നു? ഒരു IPS കാരനായിട്ട് മാറുന്നു. നോക്കൂ, SIയും IPS കാരനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു പോലീസ് സ്റ്റേഷന്റെ പോലും തലവനല്ല SI. ഒരു പ്രദേശത്ത് കുറച്ച് ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു IPS കാരൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിലെ മുഴുവൻ പോലീസുകാരും സല്യൂട്ട് ചെയ്യുന്ന ഒരുപാട് അധികാര പരിധിയുള്ള ഒരു ജോലിയാണ്. ഒന്ന് കുളമാണെങ്കിൽ മറ്റേത് സമുദ്രമാണ്. നമ്മൾ ചെന്നുപെടുന്ന ലോകം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ കൂട്ടുകാർ, സമൂഹം, നമ്മുടെ പാരൻസ്, നമ്മുടെ കുടുംബ പശ്ചാത്തലം, ഇതൊക്കെ പലപ്പോഴും നമ്മളെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ജോലിയില്ല എന്ന് വിഷമിച്ചിരിക്കാതെ, ഇത്രയും വർഷം ഞാൻ പഠിച്ചത് വെറുതെ ആയിപ്പോയി എന്ന് സ്വയം അമർഷം കാണിക്കാതെ, നമുക്ക് പറ്റുന്ന പരാജയങ്ങളെ മറ്റുള്ളവരിൽ പഴിചാരി സ്വയം രക്ഷപ്പെടാതെ, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പം തത്വമസി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശാന്തോക്യത്തിലൊരു മഹാവാക്യമാണ്. ശ്വേതകേതു എന്ന് പറയുന്ന ബാലൻ വിദ്യാഭ്യാസമൊക്കെ നേടി തിരിച്ചു വരുന്നു. അച്ഛൻ ഉദ്വാലക മഹർഷി ശ്വേതകേതുവിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാം പഠിച്ചു? അപ്പൊ മകൻ പറയും, എല്ലാം പഠിച്ചു. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഏതൊന്നിനെ കുറിച്ച് അറിഞ്ഞാലാണോ യാതൊന്നിനെ കുറിച്ചും അറിയേണ്ടതായിട്ടില്ലാത്തത്, അത് ഏതാണ് ശ്വേതകേതു എന്ന് ചോദിക്കുന്നത്? അതായത് ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ പിന്നെ ലോകത്തൊരു കാര്യത്തെക്കുറിച്ചും അറിയേണ്ട കാര്യമില്ല. അപ്പൊ മകൻ ഉത്തരം അറിയത്തില്ല. മകൻ അച്ഛന്റെ കാൽക്കൽ വീണിട്ട് പറയും, എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് പറയും. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും പഠിച്ചില്ല, അച്ഛൻ എന്നെ ശിഷ്യനായി സ്വീകരിക്കണം. അങ്ങനെ മകനെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് ഉദ്വാലക മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്ന മഹാവാക്യമാണ് സത്യം സ ആത്മാ തത്വമസി. അത് സത്യമാകുന്നു, അത് ആത്മാവാകുന്നു, അത് നീയാകുന്നു ശ്വേതകേതു. തത്വമസി, അത് നീ ആകുന്നു. അതായത് നമ്മുടെ സ്ട്രെങ്തുകളെക്കാൾ കൂടുതൽ നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയേണ്ട നമ്മളാണ്. നമ്മളിൽ എന്തുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയേണ്ട നമ്മളാണ്. നമ്മുടെ കഴിവുകേടുകളും തിരിച്ചറിയേണ്ട നമ്മളാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും ലിമിറ്റ് വെക്കാതെ, ഒരിടത്ത് ഒതുങ്ങിക്കൂടാതെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെ സാലറി തീരുമാനിക്കേണ്ടത് മറ്റൊരാളാവരുത്. നമ്മുടെ വരുമാനം തീരുമാനിക്കുന്നത് മറ്റൊരാളാവരുത്. കഴിവുള്ളവൻ ഒരിക്കലും ഒരിടത്ത് അടിഞ്ഞുകൂടേണ്ട കാര്യമില്ല. ഇരിക്കുന്ന കമ്പിൽ വിശ്വസിക്കരുത്, സ്വന്തം ചിറകിൽ വിശ്വസിക്കുക. ഇരിക്കുന്ന കമ്പൊടിഞ്ഞാലും നമ്മൾ പോകും. നമ്മളെപ്പോഴും വിശ്വസിച്ച് നിൽക്കേണ്ടത് നമ്മളെ തന്നെ ആയിരിക്കണം. അതാണ് തത്വമസി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആദ്യം വേണ്ടത് അറിവും കഴിവുമാണ്. ദൈവം ഒരു വേസ്റ്റിനെ ഈ ലോകത്തൊരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടായിരിക്കും. ആ കഴിവിനെ ഡെവലപ്പ് ചെയ്ത് കിട്ടുന്ന ജോലി കൊണ്ട് തൃപ്തിപ്പെടാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുന്നത് വരെ ജീവിതത്തിൽ തുടർന്നു പോകുമ്പോഴാണ് ജീവിതം കൂടുതൽ സുന്ദരമാകുന്നത്.
എല്ലാവരും ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. നമ്മുടെ ചലഞ്ചറിലെ ക്ലാസ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, മോട്ടിവേഷൻ നൽകുവാനും നിങ്ങളെ നയിക്കുവാനും ഒരുപാട് അധ്യാപകരോടൊപ്പം ഞാനും ചലഞ്ചറിലുണ്ട്. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾ ഇവിടെ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എന്നോടൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം.